സ്പീക്കറിനായ മാനുവൽ സാറെ, ഏറ്റവും ബഹുമാനായ ഒരു ബഹുമാനപ്പെട്ട ജോർജ് ഞാനൊക്കെ ഒരു ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരിച്ച നമുക്ക് ക്ലാസ്സുകൾ നയിക്കുന്നതിനും ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനുമായിട്ടെല്ലാം വേദിയിലിരിക്കുന്ന പ്രമുഖരായ വളരെ അറിവുള്ള വൈദികരുമായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മതാധ്യാപകരെ, KCCയുടെ സംരക്ഷകരായിട്ടുള്ള സഹോദരങ്ങളെ, ഉച്ചസമയമാണ്. ഉറങ്ങാൻ നല്ല പ്രേരണ നൽകുന്ന വിഷയമാണ് തിയോളജി. നിങ്ങൾ ഉറങ്ങിയാലും കുഴപ്പമില്ല, നമ്മൾ അല്പസമയം കേൾക്കുക എന്നത് മാത്രമേ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നുള്ളൂ. ചിലർക്ക് ഉറക്കത്തിലും നല്ലതുപോലെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരുണ്ട്. അതെനിക്ക് പല അവസരത്തിലും മനസ്സിലായിട്ടുണ്ട്. അതും ഒരു ദൈവകൃപയാണ്. ഇന്നത്തെ വിഷയം നിക്കയാ സുനഹദോസാണ്. 325 നിക്കയായിൽ കൂടിയ സുനഹദോസിൻ്റെ പ്രബോധനമാണ്. അതേക്കുറിച്ച് 3 വ്യത്യസ്ത ലെൻസുകളിലൂടെയുള്ള ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേക ഒരു ആശയത്തിന് ഊന്നൽ കൊടുത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവായിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിക്കയാ സുനഹദോസിനെ കുറിച്ച് നമ്മളുടെ പുതിയ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ഇതാണ്: മൈ എലക്ഷൻ ഹാസ് ടേക്കൺ പ്ലേസ് ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് ദ 1700 anniversary of the first ecumenical council of Nicaea. That council represents a milestone in the formulation of the creed shared by all churches and ecclesial communities. While we are on the journey to re-establish full communion among all Christians, we recognize that this unity can only be unity in faith. As Bishop of Rome, I consider one of my priorities to be that of seeking the re-establishment of full and visible communion among all those who profess the same faith in God the Father, the Son, and the Holy Spirit. തുടർന്ന് ഒരു കാര്യം കൂടി പരിശുദ്ധ പറഞ്ഞു: യൂണിറ്റി ഹാസ് ഓൾവേസ് ബീൻ എ കോൺസ്റ്റന്റ് കൺസേൺ ഓഫ് മൈൻഡ്, ആസ് വിറ്റ്നസ്ഡ് ബൈ ദ മോട്ടോ ഐ ചോസ് ഫോർ മൈ എപ്പിസ്കോപ്പൽ മിനിസ്ട്രി. ഇൻ ഇല്ലോ ഊനോ ഊനോ സെന്റ് അഗസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇൻ ഇല്ലോ ഊനോ, ഇൻ ദ വൺ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്, വി ആർ വൺ. ഊനോ വളരെ ആഴമുള്ള മൊട്ടമാണ് പരിശുദ്ധരാവിൻ്റേത്. പരിശുദ്ധരാവ് നിക്കയാ സുനഹദോസുമായിട്ട് ബന്ധപ്പെടുത്തി ഈ അവസരത്തിൽ നമ്മളോട് സംസാരിച്ചതും വലിയൊരു പ്രബോധനമായിട്ട് ഞാൻ കരുതുകയാണ്. അതുവഴി തന്നെ നമുക്ക് വലിയൊരു മുന്നേറ്റം ഈ കൗൺസിലിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. ഞാൻ ആദ്യമായിട്ട് ഈ കൗൺസിലിൻ്റെ ഒരു പശ്ചാത്തലം ഇവിടെ ഞാനൊക്കെ ലക്ഷ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 325 കൂടിയ ഈ കൗൺസിലിൻ്റെ 1700-ാം വർഷത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ കൗൺസിൽ പഠിപ്പിച്ച കാര്യം നമ്മൾ പഠിക്കണം എന്ന് പരിശുദ്ധ പിതാക്കന്മാരും വേദശാസ്ത്രികളുമെല്ലാം നമ്മോട് ഊന്നൽ നൽകി പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏകദൈവ വിശ്വാസത്തിലേക്കുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. ബഹുദൈവങ്ങളിൽ ആരാധന നടത്തിയിരുന്ന ആളുകളായിരുന്നു എല്ലായിടത്തും തന്നെ.
അതിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ വലിയൊരു പരിശ്രമമായിരുന്നു. ക്രേഡോ ഇൻ ഊനും ദൈവവും, ഞാൻ ഏക ദൈവത്തിലേക്ക് എൻ്റെ വിശ്വാസത്തെ ഞാൻ എത്തിക്കുന്നു. അതാണ് എൻ്റെ അക്ഷരാർത്ഥം. ക്രേഡോ, ഐ ബിലീവ്. ക്രേഡോ ഇൻ ഊനും ദൈവവും, ഏകദൈവത്തിലേക്ക് ക്രൈസ്തവരെ താത്വികമായിട്ട് തന്നെ എത്തിക്കാനുള്ള വലിയൊരു പരിശ്രമമായിരുന്നു നിക്കിയായിൽ നടന്നത്. നിക്കിയ കൗൺസിലിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്തുക സ്വാഭാവികമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. 1700 വർഷങ്ങൾക്ക് മുമ്പ് നിക്കിയായിലെ മെത്രാന്മാർ ഈശോമിശിഹായിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തണമെന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ നിന്നുകൂടിയാണ് ഈ സുണവദോസ് കൂടിയത്. 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബൗദ്ധികവും രാഷ്ട്രീയവുമായ സാഹചര്യം നിരവധി സംഘർഷങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൽ ഒരു പുതിയ മത നയത്തിന് രൂപപ്പെട്ടു. ഇവിടെ ജോർജ് ഒലീസ് എന്ന് പറഞ്ഞു, ബഹുദൈവാരാധന അപ്പോഴേക്കും ആളുകൾ മടുത്തിരുന്നു, വിശ്വാസ്യത നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവരെ ഒന്നിച്ചു ചേർക്കാൻ ഒരു പരിധിവരെ എളുപ്പവുമായിരുന്നു ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട്. എല്ലാവരും മനസ്സിലായി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വിശ്വാസത്തിലുള്ള ഒരു കൂട്ടായ്മയും അത്യന്താപേക്ഷിതമാണ്. ജനങ്ങൾ ഇഷ്ടം പോലെ അവരുടെ ദൈവങ്ങളിൽ വിശ്വസിച്ച് പോയാൽ രാജ്യഭരണവും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്ക് ഒരു സത്യമായ വിശ്വാസത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം എന്നുള്ളത്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ഈശോയുടെ ഉത്ഥാനം കഴിഞ്ഞ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന കാലത്ത് ഈശോ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ള ആ കാര്യത്തെ മനസ്സിലാക്കി എടുക്കാനുള്ള വ്യഗ്രതയിൽ വന്ന ബുദ്ധിമുട്ടുകളാണ്. ആരും മനഃപൂർവ്വം ഒരു ശീഷ്മയും പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് ശീഷ്മയാണെന്ന് പറഞ്ഞ് ആരും പഠിപ്പിക്കുക. ദൈവത്തെ മനസ്സിലാക്കാനുള്ള വലിയ തർക്കങ്ങളും പഠനങ്ങളുമെല്ലാം അന്ന് നടന്നു. അത് വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് മുൻകൈയെടുത്തു. അതിലേറ്റവും കൂടുതൽ താല്പര്യമെടുത്ത ഒരു അച്ഛനായിരുന്നു അലക്സാണ്ട്രിയയിലെ ആരിയൂസ് എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. തിയോളജിയനാണ്, വലിയ കുടുംബത്തിലെ ആളാണ്, പ്രഗത്ഭനാണ്. അദ്ദേഹം ഒരു വിശദീകരണം ഇതേക്കുറിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ആ വിശദീകരണത്തിൻ്റെ ഉള്ളറകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊരു ഒരു നിലപാട് മനസ്സിലുണ്ടായിരുന്നു. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവപിതാവിന് ഒരു കുറവും വരരുത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉന്നം. ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന് ഒരു കുറവും ഉണ്ടാകരുത് എന്നുള്ള വലിയൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദൈവം എന്ന പദം ഈശോയ്ക്കായി ഉപയോഗിച്ചത് അദ്ദേഹം എപ്പോഴും ഇൻവെർട്ടഡ് കോമയിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവപിതാവിൻ്റെ ഒപ്പം ഗ്രേഡ് കൊടുക്കാണ്ട് ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ദൈവം എന്ന് അദ്ദേഹം പറയുകയും എഴുതുകയും എല്ലാം ചെയ്തിരുന്നു. കാരണം ദൈവ സങ്കല്പത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്ന് ആരിയൂസ് നിർബന്ധം പിടിച്ചു. അതൊരു നിലപാടാണല്ലോ. ദൈവപിതാവിൻ്റെ ആ ഒരു കാര്യത്തിന് ഒരു വിധത്തിലും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് ആരിയൂസ് ഈശോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ ദൈവമാണെന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറഞ്ഞു തുടങ്ങിയതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊന്നലുകൾ കൊടുത്ത് സംസാരിച്ചതും എല്ലാം. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി, വർഷങ്ങളെടുത്തു. അപ്പോൾ അവിടെ വന്ന ഒരു പ്രതിസന്ധി, ഈശോ പൂർണ്ണ ദൈവമല്ല എന്നുള്ള ഒരു ചിന്ത ആളുകളിൽ കയറിപ്പറ്റി.
പൂർണ്ണ ദൈവമല്ല എന്നുള്ള ചിന്ത വരുമ്പോഴുള്ള സാധ്യത എന്താണ്? ഈശോ പൂർണ്ണ മനുഷ്യനാണ്. അതിലേക്ക് യേശു കൂടുതൽ ഊന്നൽ കൊടുത്തു. പ്രവാചകനാണ്, നല്ല മനുഷ്യനാണ്, നീതിബോധമുള്ളവനാണ്, സാധുക്കൾക്ക് ഇഷ്ടമാണ്, പാപികളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്നു, പാവപ്പെട്ടവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആര്യസ് പഠിപ്പിച്ചു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ആര്യനിസം എന്ന ശീഷ്മ എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, ഈശോ ദൈവമല്ല എന്ന് പറയുകയല്ല, ദൈവപിതാവിൻ്റെ ആ ഒരു പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് അല്പം ചെറുതായിട്ട് മാത്രം ഈശോയുടെ ദൈവികതയെക്കുറിച്ച് പറഞ്ഞു. മറുവശത്ത് മാനുഷികത വളരെയേറെ ഊന്നൽ കൊടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് അട്രാക്റ്റീവാണ്. ഇന്നും അങ്ങനെയാണല്ലോ. ഈശോയുടെ ദൈവികതയെക്കുറിച്ച് മാത്രം പറയാൻ വിളിച്ചാൽ അധികാരികൾ കിട്ടുമോ? അതേസമയം മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യൽ സർവീസ്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, അതിനൊക്കെ ആളുകളെ കിട്ടും. അപ്പം ഈ ഒരു ടെൻഷൻ ഈ ദൈവശാസ്ത്ര വിഷയങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ പ്രതിസന്ധി രാജാവിനെ വലിയ സംഘർഷത്തിലാക്കി. ആളുകളുടെ ഇടയിലുള്ള ബഹുദൈവ വിശ്വാസങ്ങൾ ഈശോയിലേക്ക് വന്നപ്പോഴും ഈ കോൺട്രവേഴ്സി, ഈശോ പൂർണ്ണമായിട്ടും ദൈവമല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ടെൻഡൻസി, പരിപൂർണ മനുഷ്യനാണ്. അങ്ങനെ വന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന പിതാക്കന്മാരും വളരെയധികം ആളുകൾ ആര്യസിൻ്റെ പക്ഷത്തിൽ കൊടുക്കുക. കാരണം ഒന്നാം ക്ലാസ് തിയോളജിയനാണ്, ഫസ്റ്റ് ക്ലാസ് തിയോളജിയനാണ്. ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, ഓൾമോസ്റ്റ് ഓൾ ദ ബിഷപ്സ് വെയർ ആര്യൻസ്. ആര്യൻസ് അല്ലാതെ നിൽക്കുന്ന മെത്രാന്മാരുടെ എണ്ണം ആ ഗ്രന്ഥകാരൻ പറഞ്ഞത് that can be limited to the fingers of a single person, even to the fingers of a single hand. ആര്യനിസത്തിൽ പെടാത്ത മെത്രാന്മാരുടെ എണ്ണം ഒരു മനുഷ്യന്റെ വിരലുകളുടെ എണ്ണം മാത്രമേ, മാക്സിമം 10. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈവൻ ടു ദ ഫിംഗേഴ്സ് ഓഫ് എ സിംഗിൾ ഹാൻഡ്. 5 പേരിൽ കൂടുതൽ അന്ന് കാണുകയാണ് ഇതിൽ പെടാത്തവർ. അപ്പം ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ആ പശ്ചാത്തലത്തിലാണ് ഈ ചക്രവർത്തി വലിയ ഒരു റിസ്ക് എടുക്കുന്നത്. രാജ്യത്തിൻ്റെ ഏകോപനത്തിന്, സഭയുടെ വിശ്വാസം കണ്ടെത്താനൊക്കെ അതെല്ലാം നമുക്ക് ആവശ്യമാണെന്നുള്ള ആ ഒരു ചിന്തയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് ഈ സുനകദോസ് വിളിച്ചു. പിന്നീട് മറ്റു കാലഘട്ടത്തിൽ നമുക്കറിയാം, സെന്റ് ആൻസിനെ പോലുള്ള വലിയ ആളുകളൊക്കെ പറഞ്ഞു, ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി. ഈ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി. അത് ആരിയൂസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. ദൈവം മനുഷ്യനായപ്പോൾ പുൽക്കൂട്ടി പറന്നു, കാളകളുടെ കൂട്ടത്തിൽ താമസിച്ചു, പാവപ്പെട്ടവരുടെ വീട്ടിൽ തങ്ങി, വിശന്ന് പറഞ്ഞ് നടന്നു. ഗോഡ് ഹാസ് ബിക്കം ഡർട്ടി. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ മനുഷ്യാവതാരത്തിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ ദൈവികതയുടെ ആ പൂർണ്ണമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം കൗൺസിൽ വിളിച്ചു. 300ഓളം ബിഷപ്സ് ഉണ്ടായിരുന്നു. കിഴക്കൻ സഭകളിലെ അപ്പന്മാരായിരുന്നു. റോമിൽ നിന്ന് ഭാഷാപരമായ വ്യത്യാസങ്ങൾ കാരണമൊക്കെ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചരിത്രപരമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കൗൺസിൽ കൂടി അവരൊരു ഫോർമുല, നമ്മുടെ നിക്കിയ സുനകദോസിൻ്റെ പ്രബോധനം ആണല്ലോ നമ്മുടെ കാതിൽ. അന്ന് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ടെക്സ്റ്റ് ഇതാണ്: ഞങ്ങൾ ഏകകർത്താവും ദൈവപുത്രനും പിതാവിൽ നിന്ന് ജനിച്ച് ഏകജാതനും പിതാവിൻ്റെ സത്തയും, അവിടെയാണ് ആരിയൂസിനെ കീഴ്പ്പെടുത്തുന്നത്, പിതാവിൻ്റെ സത്തയും ദൈവത്തിൽ നിന്നുള്ള ദൈവവും വെളിച്ചത്തിൽ നിന്നുള്ള വെളിച്ചവും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോടുകൂടി ഏക സത്തയായവനും സത്യദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ ദൈവമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ആദ്യത്തെ ക്രേദോ, ആദ്യത്തെ ഡോഗ്മ, ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ഡോക്ട്രിൻ. പരിശുദ്ധ ലിയോ മാർപ്പാപ്പ പറഞ്ഞല്ലോ, ഇത് എല്ലാ ക്രൈസ്തവരും ഓൾമോസ്റ്റ് അംഗീകരിക്കുന്നവരാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരും. നമ്മൾ പൗരസ്ത്യ സഭകളും ലത്തീൻ സഭയുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ഈ സുനകദോസിൻ്റെ പ്രബോധനം അത് പൂർത്തിയാക്കപ്പെട്ടത് കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ സിനഡിൽ വെച്ചാണ്. പരിശുദ്ധ റൂഹായെ കുറിച്ചുകൂടെ പറഞ്ഞപ്പോൾ
അങ്ങനെ ആ പ്രബോധനം നമ്മളുടെ കുർബാനയിലും ജനപ്രാർത്ഥനയിലും മറ്റ് അവസരങ്ങളിലുമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് എൻ്റെ കാര്യം. ബഹുദൈവങ്ങളെക്കുറിച്ചുള്ളൊരു പശ്ചാത്തലം, ഈശോയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വന്ന ബാലൻസിങ്ങിൻ്റെ കുറവ്, പിന്നീട് വലിയ തർക്കങ്ങളുണ്ടായി. അവിടെ എക്യുമെനിക്കൽ കൗൺസിൽ കൂടി പിതാവിൻ്റെ സത്തയിൽ നിന്നുള്ള സത്തയാണ് ഈശോ, ഒട്ടും കുറവില്ലാത്തത്. ഹോമോ ഊസിയോസ് എന്ന ഗ്രീക്കിലത് ഒരേ സത്ത. അതാണ് കോൺസ്റ്റാന്റിനോപ്പിളിറ്റൻ കൗൺസിലിൽ പരിശുദ്ധ റൂഹായെ കുറിച്ചുകൂടെ പറഞ്ഞപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ഒരേ സത്തയിലാണ്, കോൺ സബ്സ്റ്റാൻഷ്യലാണ്, അല്പം പോലും വ്യത്യാസമില്ല. അപ്പൊ അവിടെ അരിയൂസിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ തെറ്റായ പ്രബോധനങ്ങൾക്ക് വലിയ കർശനം കൊടുത്തു. ഏകപക്ഷീയമായ നിലപാടുകൾ ദൈവശാസ്ത്രത്തിൽ എടുത്ത് പോകരുത് എന്ന് പഠിപ്പിച്ചു. ഈശോ കേവലം മനുഷ്യനാണെന്നുള്ള ധാരയിലേക്ക് ഒരു ബാലൻസ് ഇല്ലാതെ ഉത്തരം കൊടുത്ത് പോകരുത് എന്നുമുള്ള ആ തത്വവും എല്ലാം അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. പിന്നീട് നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ നിക്കോയ സിനോദോസിന്റെ വിശ്വാസ പ്രമാണം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് വന്ന ഈ ഗ്രീക്ക് വൊക്കാബുലറി, ഫിലോസോഫിക്കൽ വൊക്കാബുലറി, ഏകസത്ത എന്നുള്ളതിനാണ് പ്രധാനമായിട്ടും ഹോമോസിയോൺ, കോൺസബ്സ്റ്റാൻഷ്യൽ എന്നുള്ള പദം എടുക്കാനായിട്ട് നിർബന്ധിതരായി. അതുകൊണ്ട് എല്ലാ തർക്കങ്ങളും തീർന്നു, രാജ്യത്ത് പൂർണ്ണമായ സമാധാനം ഉണ്ടായി എന്നുള്ളത് തിരിച്ചിരിക്കരുത്. ഈ പ്രബോധനം വന്ന് അത് സ്വീകരിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ബെനഡിക്ട് പിതാവിനോട് മൂന്നാം വത്തിക്കാൻ സിനോദോസ് കൂടുന്നില്ലേ എന്നൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞല്ലോ, വത്തിക്കാൻ ടു കണ്ടിന്യൂസ്, വത്തിക്കാൻ കൗൺസിൽ നിങ്ങൾ പഠിച്ചു തീർത്തോ? അതാണ് പിതാവ് ചോദിച്ചത്. വത്തിക്കാൻ ടു കണ്ടിന്യൂസ്. നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് കൗൺസിൽ കൂടി ഡോക്യുമെന്റ് ഉണ്ടാക്കി വെക്കുകയല്ല വേണ്ടത്. വത്തിക്കാൻ ടു കണ്ടിന്യൂസ്. ആ ഉത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും നമ്മൾ നിക്കോയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. പൂർണ്ണമായിട്ട് നമുക്കത് ദൈവികമായ കാര്യമാണ് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ആധുനിക സംസ്കാരത്തിൽ ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവം, ഈശോ എന്നൊക്കെ പറയാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ദൈവം അത്ര പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ദൈവമെന്ന് പറയാൻ പോലും സമ്മതമില്ലാത്ത രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ ഇത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് നിക്കോയ സിനോദോസിന്റെ 1700-ാം വർഷം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് ഈ ഫോർമുലയുടെ, ഈ ഡോഗ്മയുടെ റിസപ്ഷനാണ്. നമ്മൾ നല്ലപോലെ അത് എല്ലാ ദിവസവും ചെല്ലുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചെല്ലുന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പ്രബോധനപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, എതിർപ്പുകളുണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ദൈവികമായ മാനവും അത് നൽകുന്ന മൗലികമായിട്ടുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉൾക്കൊള്ളണം. എല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാർൽ വലിയ തിയോളജിയൻ പറഞ്ഞല്ലോ, ഭാവിയിലെ ക്രിസ്ത്യാനി ഒരു മിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അവന് ഇനിമേൽ ഒന്നും ഉണ്ടാവുകയില്ല. മിസ്റ്റിക്, ഇത് അപൂർവവും വിചിത്രവുമായ ഒരു പാരാസൈക്കോളജിക്കൽ പ്രതിഭാസത്തെ മറികടക്കുന്ന കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും സാരവത്തായ അംശമാണ് ഭൗതികമായ, അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ വരേണ്ടത്. മിസ്റ്റിക്കാകാനായിട്ട് നമ്മൾ പുൽത്തൊട്ടിയിലെ ശിശുവിനെയും ക്രൂശിതനായ ഈശോയെയും അതുപോലെ നമ്മുടെ ആരാധനാക്രമങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളിലേക്കും ഉദാശകളുടെ അടിസ്ഥാനത്തിലേക്കും ഒക്കെ ഒന്നുകൂടി നമ്മൾ ഇറങ്ങണം. നമ്മൾ ദൈവാരാധനക്രമത്തെ കോണ്ടംപ്ലേറ്റീവായിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മുടെ ആശ്രമങ്ങളിലും ദേറാകളിലും പിണ്ടാമരങ്ങളിലും ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഇത് മനസ്സിലാക്കും. ദൈവം എന്ന യാഥാർത്ഥ്യവും
ഈശോ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമാണെന്നുള്ള ആ കാര്യവുമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം അത്തരത്തിലുള്ളതാണ്. പരിശുദ്ധ ദൈവമാർപ്പാപ്പ ഈ ശനവദോസിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് വലിയൊരു ഉണർവ് കർദിനാൾമാരുടെ ഇടയിലും സഭ ആകമാനവും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് അഗസ്തീനോസിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിക്യായുടെ പ്രബോധനം ഞാനത് വായിച്ചു കേട്ടിട്ടുണ്ടോ? വിശ്വാസപ്രമാണം കുറച്ചുകൂടി വലുതാണ്. അതിൽ ഈശോയെ കുറിച്ചുള്ള ഭാഗമാണ് നിക്യായിൽ കൊണ്ടുവന്നത്. ഈശോ ദൈവപിതാവിനോട് സമനാണ്. ആ കോൺട്രവേഴ്സി ഇവിടെ തീർത്തു. പിന്നീട് 381 കോൺസ്റ്റാന്റിനോപ്പൊളിറ്റൻ കൗൺസിൽ വന്നപ്പോൾ പരിശുദ്ധ റുഹായെ കുറിച്ചും അതുപോലെ പറഞ്ഞു. പിന്നീട് കാൽസഡൻ കൗൺസിൽ 451 വന്നപ്പോൾ ഈ ടീച്ചിങ് ഏതാണ്ട് പൂർണ്ണമായി. ഒഡീഷോയെ കുറിച്ചും പരിശുദ്ധ റുഹായെ കുറിച്ചും പരിശുദ്ധ ത്രിത്വത്തെ കുറിച്ചുമുള്ള പഠനം കാൽസഡനിൽ വന്നപ്പോൾ പൂർത്തിയായി. കാൽസഡന്റെ ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഈശോ പിറക്കുന്ന സമയത്തും ഈശോ ഉത്ഥാനം ചെയ്യുന്ന അവസരത്തിലും ആരാധനാക്രമത്തിൽ പാടുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ 1 മിനിറ്റ് ഒന്ന് പാടാം. സകലീനന്മാർ ലാലാഭൂസ വല്ലാശൂസ ലാപൂലാഗ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സകലീനന്മാർ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. ലാലാഭൂസ ദൈവികത, നാശൂസ മാനുഷികത, ദ്ലാപൂലാഗ വിഭജിക്കപ്പെട്ടു പോകാതെ ഒറ്റ വ്യക്തിയിൽ നിലകൊള്ളുന്നു. ഇതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മൾ ഈശോ പിറക്കുമ്പോഴും ഈശോ ഉയർക്കുമ്പോഴും നമ്മൾ ദേവാലയത്തിൽ ഇത് പാടുന്നത്. ഈ 3 കൗൺസിലുകളുടെ പഠനത്തിൻ്റെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവന്ന കാര്യമാണ്. ഫ്രിയാനി ഭാഷയുടെയും വാക്കുകളുടെയും മികവതാണല്ലോ. ഒറ്റ വാക്യത്തിൽ നമുക്ക് വലിയ ഡോഗ്മകൾ സംഗ്രഹിക്കാം. നമ്മൾ നിക്യായുടെ പ്രബോധനത്തിലേക്ക് വരുമ്പോൾ അരിയനിഷ്യത്തെ നമ്മൾ എതിർത്തു. പിന്നീട് പരിശുദ്ധ റുഹായെ കുറിച്ച് വന്നപ്പോൾ റൂഹ ദൈവമല്ല എന്ന് പറഞ്ഞ് അവിടെയും ചില ബിഷപ്സ് ഉദാഹരണമായിട്ട് മസിഡോണിയൻസ് എന്ന് പറയുന്ന മെത്രാന് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൂടിയവരെ മസിഡോണിയൻസ് എന്ന് വിളിച്ചു. അങ്ങനെയെല്ലാം ഓരോ അവസരത്തിലും ഇത്തരം ശിഷ്മ തുല്യമായ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ നൈൻഷീൻ ക്രീഡ് നമ്മുടെ ലിറ്റർജിയുടെ ഭാഗമാണ്, കാറ്റഗിസിന്റെ ഭാഗമാണ്, പെഡഗോജിക്കൽ ടൂളാണ്, സഭയുടെ ഏറ്റവും അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഓൾ ക്രിസ്ത്യൻസ്, എല്ലാ ക്രൈസ്തവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എക്യുമെനിക്കലായിട്ടുള്ള വലിയ ഇംപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. നമ്മുടെ നാട്ടിലും കേരളത്തിലും എല്ലാ സഭകളുടെയും രൂപങ്ങൾ നമുക്കുണ്ട്. എല്ലാ സഭകളും ഈ നിക്യാ സിനോദോസിന്റെ കാര്യത്തിൽ ഒന്നിക്കും. നമ്മുടെ ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, സൂറായി എല്ലാ സഭകളും ഈ കൗൺസിലിന്റെ നിക്യായുടെ 2ഉം 3ഉം വരുമ്പോഴും അതും ഭാഗികമായിട്ടെങ്കിലും പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കാത്ത അധികം ക്രൈസ്തവ ഭാഗങ്ങളില്ല. അതുകൊണ്ട് ഈ 3 കൗൺസിലുകളുടെ പ്രബോധനത്തിന് എക്യുമെനിക്കലായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട്, കാറ്റഗറ്റിക്കലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴുമെല്ലാം പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ക്രേദോ ഇത് ശരിക്ക് നമ്മൾ ധ്യാനപൂർവ്വം കോണ്ടംപ്ലേറ്റീവായിട്ട് നമ്മളെന്നും ചൊല്ലുന്ന വിശ്വാസപ്രമാണം അത് ഉള്ളിലേക്കൊന്ന് എടുത്ത് പഠിക്കാനായിട്ട് നോക്കണം. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നടക്കുന്നതിന് പറഞ്ഞത് നമ്മളെല്ലാ തിയോളജി ക്ലാസ്സുകളും ഹെർമെനൂട്ടിക്കലാക്കുന്നത്, വ്യാഖ്യാനിച്ച് കൊടുക്കുന്നത്. ഏത് കാര്യം വന്നാലും ഈ കൗൺസിലിൻ്റെ ഈ വിശ്വാസപ്രമാണം മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരു വേർപാടോ പഠിപ്പിക്കാൻ പറ്റുകയില്ല, ഒരു എക്യുമെനിക്കൽ മീറ്റിങ്ങിനും പറ്റുകയില്ല. അടുത്തയാഴ്ച ഞങ്ങൾ നിശീരിക്കൽ സാറിൻ്റെ തറവാട്ടിൽ മണിക്കത്തനാട് ഓർമ്മയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. അവിടെ നമ്മളിരിക്കുമ്പോഴും ഈ നിക്യാ സിനോദോസിനെ വിശ്വസിക്കുന്ന പിതാക്കന്മാരാണ് അവിടെ വരുന്നത്. ഓർത്തഡോക്സിലെയും യാക്കോബായിലെയും തൊഴിയൂരെയും ഒക്കെ പിതാക്കന്മാർ. കാരണം അതിലവർക്ക് ഒരു തർക്കവുമില്ല. അതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ ദൈവശാസ്ത്ര ശാഖകളിലേക്കും തിരിയാനുള്ള കാര്യം അതാണ്. നമ്മൾക്ക് ധാരാളം മോണസ്ട്രികളുമൊക്കെ
രൂപപ്പെട്ടതും ഇത്തരത്തിലാണ്. പണ്ട് മോണസ്ട്രികളിലൊക്കെ വിദേശത്തൊക്കെയുള്ള ഞാൻ റോമിനടുത്തുള്ള ചില മിണ്ടാമടങ്ങൾ സന്ദർശിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം സ്ക്രിപ്റ്റോറിയ എന്നൊരു വലിയ റൂമാണ്. സ്ക്രിപ്റ്റോറിയ, അതായത് ആ മഠത്തിൽപ്പെട്ട ആളുകൾക്ക് ആ മുറിയിൽ കയറിയിരുന്ന് എഴുതാൻ വേണ്ടിയാണ്, എഴുതി പഠിക്കാൻ വേണ്ടിയാണ്. സ്ക്രിപ്റ്റ് അതാണല്ലോ എഴുതപ്പെട്ടത്. ഈ സ്ക്രിപ്റ്റോറിയ എന്നൊരു വലിയ മുറി എല്ലാ ആശ്രമങ്ങളിലുമുണ്ട്. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങൾ വീണ്ടും വീണ്ടും എഴുതി പഠിക്കുന്നതിന് വേണ്ടിയാണ്. നിക്കയാ സുനഹദോസിനെ കുറിച്ച് പറയാത്ത ഒരു എൻസൈക്ലിക്കലിൽ, ഒരു പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറയാതെ പോയിട്ടില്ല. ഒരു ചാക്രിക ലേഖനവും അങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ വാറ്റിക്കാൻ ഗവൺമെന്റ് ലൂമിൻ ജൻസിയും ദൈവം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വാരി വിതറുകയാണ് നിക്കയായിലേക്ക് പ്രബന്ധിച്ചത്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചും അതുപോലെ തന്നെയാണ്. വലിയ ദൈവശാസ്ത്രജ്ഞന്മാര് കൊങ്കാറ്, ഹെൻറി ദി ലുബാക്ക്, റാണർ, റാറ്റ്സിംഗർ, ഇവരെല്ലാം അവരുടെ പുസ്തകങ്ങളിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഈ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1700 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിസപ്ഷൻ നമുക്ക് എങ്ങനെയാണ്, നമ്മുടെ ഇടയിൽ എങ്ങനെയാണ്, നമുക്ക് എന്തുമാത്രം ഇത് ഉൾക്കൊള്ളാനും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാര്യം ഞാൻ ജോൺ വർഗീസ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും ശിശുക്കാരെയും വിളിക്കാം. ഏറ്റവും വലിയ ടീം അതാണല്ലോ. അങ്ങനെ അച്ഛനത് വളരെ താല്പര്യപൂർവ്വം പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ നമുക്ക് ഈ വിഷയം സംസാരിക്കാനും ഇതിൻ്റെ കാര്യങ്ങൾ അല്പമെങ്കിലും ഒന്ന് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു. സഭയുടെ ഡോഗ്മാകളുടെ പ്രത്യേകത അനശ്വരമായ ഒരു സമ്പത്താണ്, അനശ്വരമായ ഒരു സമ്പത്താണ്. അതുകൊണ്ടാണല്ലോ ബെനഡിക്ട് പിതാവ് പറഞ്ഞത് വാറ്റിക്കാൻ ടു കണ്ടിന്യൂസ്. അതിനെ മാറ്റിക്കളഞ്ഞുകൊണ്ട് പുത്തനൊരു ടീച്ചിങ്സ് കൊണ്ടുവരുന്നതിൽ യാതൊരായ അർത്ഥമില്ല എന്ന്. പൊതുവേ ഒരു പഴഞ്ചൊല്ല് ലത്തീൻ ഭാഷയിലുണ്ട്, സെക്യൂറൂസ് ജുഡിക്കാറ്റ് ഓർബിസ് ടെറാറിയം. സെക്യൂറൂസ് ജുഡിക്കാറ്റ്, സഭയുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതിനൊരു സുരക്ഷിതത്വമുണ്ട്. അത് ഏതെങ്കിലും ഒരു മൂലയിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി പ്രസംഗിച്ച് പഠിപ്പിച്ച് തോറ്റ് എതിർപ്പുകൾ നേടി പരാജയപ്പെട്ടു പോകുന്ന പോലെയല്ല. സെക്യൂറൂസ് ജുഡിക്കാറ്റ് ഓർബിസ് ടെറാറിയം, ലോകത്തിൻ്റെ അതിർത്തി വരെ ഇതിന് മൂല്യമുണ്ട്. അതുകൊണ്ടാണ് നിക്കയായിൽ നടന്ന ആ സുനഹദോസിൻ്റെ പ്രബോധനം ഇവിടെ ഇന്ന് നമ്മൾ എടുത്തതിൻ്റെ ലക്ഷ്യം. ഡോഗ്മാകളെ കുറിച്ച് ഞാൻ നിർത്തിക്കോളാം, എനിക്ക് 3 മണി വരെയായിരുന്നു സമയം. ഡോഗ്മാകളെ കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ദൈവശാസ്ത്രജ്ഞൻ ബെർണാഡ് ലോണർഗൻ ആയിരുന്നു. അദ്ദേഹം പറയുന്നതാണ്, ഡോഗ്മാകൾ തുറവിയുള്ള ഓപ്പൺ സ്ട്രക്ചേഴ്സ്, സംവിധാനങ്ങളാണ്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ കാണുന്നത് ആഭിമുഖ്യങ്ങളും ശൈക്ഷണികമായ വളർച്ചയും ആണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ സമയത്തും ഇത്തരം പ്രബോധനങ്ങൾ വരുന്നത്. ഡോഗ്മാകൾ സഭയുടെ ഉള്ളിൽ നിന്നാണ്. എക്സ് കോർദെ എഗ്ലേഷ്യ, വെറുതെ ഒരു ഡോഗ്മ അങ്ങനെ പഠിപ്പിക്കുകയല്ലോ. സഭയുടെ ഹൃദയത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് ഒരുപാട് പതിറ്റാണ്ടുകളെടുത്ത് എല്ലാ വശങ്ങളും കണ്ടാണ് ഒരു ഡോഗ്മ രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്നതിനെ നമ്മൾ തള്ളിക്കളയുന്നു. മറുവശത്ത് ഈശോ ഇവിടെ നിർത്തിക്കൊള്ളാം, പൂർണ്ണ മനുഷ്യൻ എന്ന് നമ്മൾ പറഞ്ഞ് അതും എളുപ്പമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈശോ പൂർണ്ണ മനുഷ്യനല്ല എന്ന് പറഞ്ഞ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണ് സഭയിൽ ഡോസെറ്റിസം എന്ന വിശേഷമേ ഉണ്ടായിരുന്നു. അത് മനുഷ്യനായിട്ട് കാണപ്പെടുന്നതേ ഉള്ളൂ, നമ്മളെപ്പോലെ പൂർണ്ണ മനുഷ്യന് അല്ല. അത് വലിയൊരു പ്രബോധനമായിട്ട് ആ കാലഘട്ടങ്ങളിൽ വളർന്നു. അപ്പോളോനിയൂസ് എന്ന വലിയ പണ്ഡിതൻ അതിന് നേതൃത്വം കൊടുത്തു. ഈശോ മനുഷ്യനായിട്ട് കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പൂർണ്ണ മനുഷ്യനല്ല. മറുവശത്ത് ആരിയൂസ് പൂർണ്ണ ദൈവമല്ല എന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാമുള്ള ഒരുപാട് തെറ്റും ശരിയുമായ പ്രബോധനങ്ങളുടെ കൂടിവരവിലാണ്
ഈ ഡോഗ്മാകൾ പിറക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഡോഗ്മാറ്റിക് ഡോക്ട്രൈനൽ പ്രബോധനങ്ങൾ സഭയുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന കാര്യമാണെന്നും അതിനെ നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം തള്ളിക്കളയരുതെന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ വഴിയാണ് നമ്മുടെ കുട്ടികള് കുഞ്ഞുങ്ങള് ഇതെല്ലാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. ഡോഗ്മാകളെ കുറിച്ച് ഞാൻ സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. ദിവസം 325 ശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമായി നിർവചിച്ച് അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും ഒരു കുഞ്ഞിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ പിതാവിനോട് കൂടെ ഏകസത്യയിലായിരിക്കുന്നവൻ അത് നിരന്തരമായിട്ട് കുടുംബ കാറ്റഗൈസിസിലൂടെ വളരണം എന്നാണ് വലിയ പിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മളും അതിനെ പരിശ്രമിക്കുന്നുണ്ട്. കുടുംബങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. കുട്ടികൾക്കറിയാം, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരുപക്ഷെ പറ്റുന്നില്ലായിരിക്കും. എങ്കിലും അത് പഠിച്ച് ആ ഒരു വസ്തുത നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നു എന്ന് വിലപ്പെട്ട കാര്യമാണ്. എനിക്ക് തന്ന കൃത്യ സമയവുമായി ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇനി എവിടെയെങ്കിലും അവസരം കിട്ടിയെങ്കിൽ ഇതിൻ്റെ ബാക്കി നമ്മുടെ സംസാരിച്ചുള്ള വലിയൊരു സദസ്സാണിത്. ഹാള് നിറഞ്ഞ ആളുകളുണ്ട്. പ്രധാനാധ്യാപകൻ KCCയുടെ ആളുകളുമാണ്. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസിനും ജിസിരിക്കൽ സാറും എല്ലാം നേതൃത്വം കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനം. നിങ്ങളിലൂടെയാണ് ഇതെല്ലാം കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം നമുക്ക് മണിക്കൂറുകളെ ഉള്ളെങ്കിലും നല്ലതാണെന്ന് ചിന്തിച്ചതും ജോർജ് വർഗീസിന് വലിയ നേതൃത്വം കൊടുത്തതും. നമുക്ക് ഇങ്ങനെയുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടക്കണം. ദൈവം